നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നയനാർ നാഗേന്ദ്രൻ എത്തിയതോടെ കെ അണ്ണാമലയുടെ ഭാവി ഇനി എന്ത് എന്ന ചോദ്യം ഉയരുകയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അഭിനന്ദനമായ നേട്ടങ്ങളാണ് അണ്ണാമല കൈവരിച്ചത്. നരേന്ദ്രമോദിയുടെ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക മുതൽ പാർട്ടിയെ ഗ്രാമങ്ങളിലേക്ക് ഉൾപ്പെടെ എത്തിക്കുന്നതുവരെ ഇതുവരെ എല്ലാവിധ സംഭാവനകളാണ് അദ്ദേഹം നൽകിയത്. അണ്ണാമലയുടെ സംഘടനാശേഷി പാർട്ടി പ്രയോജനപ്പെടുത്തും എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. അതേസമയം അണ്ണാമല പടിയിറങ്ങുന്നത് നല്ല കാര്യത്തിനാണ് എന്നാണ് BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് പ്രതികരിച്ചത്. മെച്ചപ്പെട്ട ഇന്നിംഗ്സ് അണ്ണാമലയെ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് AIADMK BJP സഖ്യത്തിന്റെ സുഗമമായ പ്രവർത്തനം ലക്ഷ്യം വെച്ച് AIADMK സംസ്ഥാന നേതൃത്വവുമായി അണ്ണാമലയ്ക്കുള്ള അസ്വാരസ്യങ്ങൾ കണക്കിലെടുത്ത് അദ്ദേഹത്തോട് രാജിവെക്കാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു എന്നത് രഹസ്യമല്ല. BJP ദ്രാവിഡ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കരുതെന്ന നിലപാടാണ് തുടക്കം മുതൽ അണ്ണാമലയ്ക്കുള്ളത്. AIADMKയും അവഗണിച്ച് DMK ആക്രമിക്കുകയാണ് അണ്ണാമല ചെയ്തിരുന്നത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് AIADMKയുമായി സഖ്യമുണ്ടാക്കിയതല്ലാതെ മറ്റൊരു വഴി BJPക്ക് മുന്നിലില്ല. AIADMKയുടെ സഹായത്തോടെ ജയിച്ച 4 BJP MPമാരാണ് നിയമസഭയിലുള്ളത്. ഇത് 2 അക്കമായി ഉയർത്താനുള്ള ലക്ഷ്യമാണ് BJPയുടെ മുന്നിലുള്ളത്. 2024 തിരഞ്ഞെടുപ്പിൽ 11.3% വോട്ട് ഉയർത്തി BJP മികച്ച മുന്നേറ്റമാണ് തമിഴ്നാട്ടിൽ നടത്തിയത്. DMKയെ പുറത്താക്കി ഭരണം പിടിക്കുന്നതിന് മുന്നിൽ കണ്ട് വിട്ടുവീഴ്ചയ്ക്കായി കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ നിർബന്ധിക്കുകയായിരുന്നു. പാർട്ടിയെ വലിയ രീതിയിൽ വളർത്താൻ മുൻ IPS ഓഫീസർ കൂടിയായ അണ്ണാമലയ്ക്ക് സാധിച്ചില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 2024 തെരഞ്ഞെടുപ്പ് കോയമ്പത്തൂരിൽ 4 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാൻ BJPക്ക് സാധിച്ചെങ്കിലും അയൽ മണ്ഡലമായ തിരുപ്പൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ BJPക്ക് ആയില്ല. കോയമ്പത്തൂരിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന അണ്ണാമല 4.5 ലക്ഷത്തോളം വോട്ടുകൾ നേടിയെങ്കിലും 2ാം സ്ഥാനത്തെത്താൻ മാത്രമാണ് സാധിച്ചത്. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും ദേശീയ നേതൃത്വത്തിലേക്ക് അണ്ണാമലയെ എത്തിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.